ഹലോ എവ്രി വൺ. ഇന്ന് ജനുവരി 25 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DPIIT സൈൻസ് MOU വിത്ത് എ പ്രൈവറ്റ് ഫേം ടു പ്രൊമോട്ട് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻ മാനുഫാക്ചറിങ് സെക്ടർ. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു പ്രൈവറ്റ് ഫേമായിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാനെ ഗ്രൂപ്പായിട്ടാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഹാസ് സൈൻഡ് എ MOU വിത്ത് ദ ബാനെ ഗ്രൂപ്പ്, എ സബ്സിഡറി ഓഫ് ഷാഹി Exports Private Limited, the largest manufacturer of apparel. This collaboration will launch incubation programs for startups specializing in manufacturing along with other production areas and foster relationships with the international startup ecosystems. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. International Solar Conference celebrates 125 years of solar physics research in India. അപ്പോൾ ഇന്റർനാഷണൽ സോളാർ കോൺഫറൻസ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. 125 years of solar physics research in India ആണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. ഈ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 24th ജാനുവരിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ 24th January. ദിസ് ഇയർ ഇറ്റ് ഫോൾസ് ഓൺ ഫ്രൈഡേ. The day also marks the anniversary of Prime Minister Narendra Modi's Beti Bachao, Beti Padhao, Save Girl Child, Educate the Girl Child scheme, launched on January 22, 2015. Established in 2008 by the Ministry of Women and Child Development, this day highlights the importance of empowering and protecting girl children. അപ്പോൾ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 24th January ആണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഫ്ലാഗ്സ് ഓഫ് സഞ്ജയ് ദ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ഫ്രം ന്യൂഡൽഹി. അപ്പോൾ സഞ്ജയ് ദ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ന്യൂഡൽഹിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് രക്ഷാമന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഫ്ലാഗ്ഡ് ഓഫ് സഞ്ജയ് ദ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ഫ്രം സൗത്ത് ബ്ലോക്ക് ന്യൂഡൽഹി ഓൺ January 24, 2025. Sanjay is an automated system which integrates inputs from all ground and aerial battlefield sensors, processing them to confirm their veracity, preventing duplication and focusing to produce a common surveillance picture of the battlefield over secured army data network and satellite communication network. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ് ലോഞ്ചസ് ശുഭ് മുഹൂർത്ത് ടു മീറ്റ് വെഡ്ഡിംഗ് എക്സ്പെൻസസ്. അപ്പോൾ വെഡ്ഡിംഗ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റ AIA ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു ഇൻഷുറൻസ്. ശുഭ് മുഹൂർത്ത് എന്നാണ് അതിൻ്റെ പേര്, ടു മീറ്റ് വെഡ്ഡിംഗ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ് ഹാസ് ലോഞ്ച്ഡ് ശുഭ് മുഹൂർത്ത്, എ ലൈഫ് ഇൻഷുറൻസ് സൊല്യൂഷൻ ആൻഡ് ഹെൽപ്പ് പാരൻസ് സേവ് ഫോർ ദെയർ ചൈൽഡ്സ് വെഡ്ഡിംഗ്. A report by investment banking and capital market firm Jefferies India hosted over 80 lakh weddings last year with an estimated spend of 10.7 lakh crore rupees. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SBI പേയ്മെൻറ്റ്സ് ആൻഡ് പൈൻ ലാബ്സ് പാർട്ട്നേഴ്സ് ടു ഡ്രൈവ് നെക്സ്റ്റ് ജെൻ കൊമേഴ്സ് സൊല്യൂഷൻസ്. അപ്പോൾ SBI പേയ്മെൻറ്റ്സ് ആൻഡ് പൈൻ ലാബ്സ് പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് ഡ്രൈവ് നെക്സ്റ്റ് ജെൻ കൊമേഴ്സ് സൊല്യൂഷൻസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. SBI പേയ്മെൻറ്റ്സ് ആൻഡ് പൈൻ ലാബ്സ് ഹാവ് അനൗൺസ്ഡ് an expanded strategic alliance building on their successful 12-year partnership. Their collaboration aims to enhance the digital payments landscape in India, leveraging the combined strengths of SBI Payments, a joint venture between the State Bank of India and Hitachi Payment Services,
and Pine Labs, currently powering over 2 lakh digital checkout points across India. The partnership seeks to accelerate the adoption of digital payments and commerce solutions nationwide. By combining SBI Payments' extensive distribution network and advanced payment acceptance ecosystem with Pine Labs' tailored solutions, the alliance aims to deliver seamless checkout experiences and empower merchants with a comprehensive suite of digital tools to streamline workflow and drive business growth. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Hitachi Payment Services partners with IV Camp to drive fintech innovation through HPX program. അപ്പോൾ ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് IV ക്യാമ്പായിട്ട് ഫിൻടെക് ഇന്നോവേഷൻ ത്രൂ HPX പ്രോഗ്രാം വഴി അത് എന്താ പറയുക ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻ്റ് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് എ ലീഡിംഗ് പ്രൊവൈഡർ ഓഫ് എൻഡ് ടു എൻഡ് പേയ്മെൻറ്റ്സ് ആൻഡ് commerce solutions in India has announced a strategic partnership with IV Camp, the global alumni-based engagement initiative of IV Camp Ventures, to propel fintech innovation through the Hitachi Payments Accelerator program. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. IDBI Bank approves reappointment of Rakesh Sharma as MD and CEO for 3 years. അപ്പോൾ IDBI ബാങ്ക് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് റീഅപ്പോയിൻമെൻറ്റ് ഓഫ് രാകേഷ് ശർമ്മ എസ് MD ആൻഡ് CEO ഫോർ നെക്സ്റ്റ് 3 ഇയേഴ്സിലേക്കാണ് ഈ ഒരു റീഅപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. IDBI ബാങ്ക്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് അപ്രൂവ്ഡ് ദ റീഅപ്പോയിൻമെൻറ്റ് ഓഫ് രാകേഷ് ശർമ്മ ആസ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർ എ 3-year term effective from March 19, 2025. The decision follows the Reserve Bank of India's approval. Rakesh Sharma has been leading IDBI Bank since October 10, 2018. Before this role, he served as MD and CEO of Canara Bank from September 2015 until his retirement in July 2018. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. IDFC First Bank launches first earn RuPay credit card. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഏൺ റൂപേ ക്രെഡിറ്റ് കാർഡാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. IDFC ഫസ്റ്റ് ബാങ്ക് ഹാസ് കം അപ്പ് വിത്ത് എ UPI enabled ഫസ്റ്റ് ഏൺ റൂപേ ക്രെഡിറ്റ് കാർഡ്, മാർക്കിംഗ് ദ കൊളാബറേഷൻ ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് റൂപേ ടു പ്രൊവൈഡ് എ കൺവീനിയൻറ്റ് ആൻഡ് എ റിവാർഡിംഗ് ഓപ്ഷൻ ഫോർ കസ്റ്റമേഴ്സ്. This credit card is an excellent option for individuals who are new to using credit cards, as it is secured by a fixed deposit and is easily available to anyone. In addition, users can enjoy cashback rewards on UPI payments, making it an attractive and cost-effective financial solution. The process of creating a fixed deposit is seamlessly incorporated into the credit card application for all customers. Customers have the opportunity to receive a yearly interest of 7.25% on fixed deposit with a duration of 1 year and 1 day. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025, USA ടോപ്സ് മിലിറ്ററി റാങ്കിങ്, റഷ്യ ആൻഡ് ചൈന ക്ലോസ്, ഇന്ത്യ റാങ്ക്സ് 4th among 145 നേഷൻസ്. അപ്പോൾ ഗ്ലോബൽ മിലിറ്ററി സ്ട്രെങ്ത് റാങ്കിങ്സ് 2025 വന്നിരിക്കുകയാണ്. അതിൽ ലിസ്റ്റിൽ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ മിലിറ്ററിയിൽ ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത്, ടോപ്പ് ചെയ്തിരിക്കുന്നത് USA ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പിന്നെ അത് കഴിഞ്ഞിട്ട് റഷ്യ ആൻഡ് ചൈന, പിന്നെ അത് കഴിഞ്ഞിട്ട് 4th റാങ്കിൽ ഇന്ത്യയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നാഷണൽ ടൂറിസം ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 25th ജാനുവരിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ടു സെലിബ്രേറ്റ് ദ ട്രൂ എസൻസ് ഓഫ് വൈബ്രൻറ്റ് ഇന്ത്യ, നാഷണൽ ടൂറിസം ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 25th January every year.
This day aligns with the timeless philosophy of Atiti Devo Bhava and emphasizes the transformative power of travel. It highlights how tourism not only drives economic growth, creates employment and fosters infrastructure development. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 24th ജാനുവരിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. Education is a human right, a public good and a public responsibility. The United Nations General Assembly proclaimed 24 January as International Day of Education in celebration of the role of education for peace and development. The right to education is enshrined in Article 26 of the Universal Declaration of Human Rights. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. IIFL ഫിൻടെക് ഫണ്ട് റൈസസ് 200 crore rupees for second fund to boost emerging fintechs. അപ്പോൾ IIFL ഫിൻടെക് ഫണ്ട് 200 crore rupees ആണ് റേസ് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് ഫണ്ട് ടു ബൂസ്റ്റ് എമർജിംഗ് ഫിൻടെക്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. IIFL ഫിൻടെക് ഫണ്ട്, വൺ ഓഫ് ഇന്ത്യാസ് ലീഡിംഗ് ഏർലി സ്റ്റേജ് ഫിൻടെക് ഫോക്കസ്ഡ് ഫണ്ട്സ്, ഹാസ് സക്സസ്ഫുള്ളി ക്ലോസ്ഡ് ഇറ്റ് സെക്കൻഡ് റൗണ്ട്. IIFL ഫിൻടെക് ഫണ്ട് സീരീസ് 2 റേസിംഗ് 200 crore rupees. The capital was secured from top family offices, ultra high net worth individuals and high net worth individuals. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.